എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് ആ കാര്യം പറയും എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആദ്യം ഇല്ല എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളല്ലാതെ മറ്റൊരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് പറയുകയും നിങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു മനസ്സിന് ഉടമയാണ് ആ വ്യക്തി. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിതം കൊണ്ടുപോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളുടെ കുറിച്ചുള്ള ചിന്തയുമായി ജീവിച്ചു പോകാനുമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും നിങ്ങൾക്ക് അനുകൂലമായൊരു ജീവിതഗതിയുമാണ് എപ്പോഴും ആ വ്യക്തി സ്വീകരിക്കാറുള്ളത്. പക്ഷേ അത്രയും സ്നേഹത്താൽ അത്രയും ഇഷ്ടത്താൽ നിങ്ങളോടൊപ്പം നിലകൊള്ളുമ്പോഴും ആ വ്യക്തി പലതും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പലതും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് കാരണമായത് അത് നിങ്ങളോട് ഓരോ സമയത്തും തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുമോ, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നോർത്താണ്. പലപ്പോഴും ഭയമുണ്ട്. നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കൽ ഉണ്ടാകുമോ ആ വ്യക്തിയുടെ തുറന്നു പറച്ചിൽ കാരണം. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ പറയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചു. ഒരുപക്ഷെ നിങ്ങൾ കൂടി ആ വ്യക്തി അത് ആവശ്യപ്പെട്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ വ്യക്തിക്ക് അത് നിങ്ങളോട് തുറന്നു പറയുമ്പോൾ നിലവിലുള്ള ബന്ധത്തെ അത് ബാധിക്കുമോ എന്നുള്ള ചിന്ത ആ വ്യക്തി അലട്ടിയിരുന്നു. അങ്ങനെ ആ വ്യക്തിയെ അത്തരം ചിന്തകൾ അലട്ടിയപ്പോൾ ഒരുപാട് ദുഃഖമാണ് ആ വ്യക്തിക്ക് തോന്നിയത്. എങ്ങനെയെങ്കിലും ജീവിച്ച് പോയാൽ പോരാ എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും അതിനുള്ള അവസരം ലഭിക്കാനും ആ വ്യക്തി സദാ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിങ്ങളോടതെങ്ങനെ ചോദിക്കും, നിങ്ങളോടെങ്ങനെ അത് പറയും, നിങ്ങളോടെങ്ങനെ ആവശ്യപ്പെടും എന്നുള്ള ചിന്ത ആ വ്യക്തിയെ അലോസരപ്പെടുത്തിയിരുന്നു. എങ്ങാനും ചോദിച്ചതിന് ശേഷം നിങ്ങളോടക്കി പോവുകയോ വഴക്കാകുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ആ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളോടത് പറയുവാനും നിങ്ങളോട് അത് ആവശ്യപ്പെടാനും അതിനിടയിൽ നിങ്ങളത് ചോദിച്ച് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആ വ്യക്തി കരുതിയിരുന്നു. പക്ഷേ നിങ്ങൾ ആ വ്യക്തിക്ക് വന്നില്ല. ഒരുപക്ഷെ നിങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കാം ആ വ്യക്തി അതൊന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ, അതൊന്ന് പറഞ്ഞെങ്കിൽ, അതൊന്ന് തുറന്ന് പറഞ്ഞെങ്കിൽ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ഇതുവരെ അത് പറയുവാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്കത് പറയേണ്ടി വരുന്നു. ഉടൻ തന്നെ ആ വ്യക്തി അത് പറയും. നിങ്ങളും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടമോ ആ വ്യക്തിയുടെ ആഗ്രഹമോ തുറന്നു പറയുന്നൊരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാനുള്ളത്. നിങ്ങൾക്കതുടൻ കേൾക്കാൻ കഴിയും. അടുത്തായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ആ വ്യക്തി കുറേ കാലമായിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിൻ്റെ സമയമായില്ല എന്നുള്ള ചിന്തയിൽ ആ വ്യക്തി കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇതുവരെ നിങ്ങളോട് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. ആ വ്യക്തി ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല. നിങ്ങളോട് പറയുവാനായിട്ട് ആ വ്യക്തിക്ക് കൃത്യമായ മടിയുണ്ടായിരുന്നു. എങ്ങനെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്രയും കാലം ആ വ്യക്തി പറയാതിരുന്നു. പക്ഷേ ഇത്രയും കാലം നിങ്ങളോട് പറയേണ്ട സമയത്ത് പറയാതിരുന്നത് തെറ്റായി പോയെന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഇപ്പോഴുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് ആ വ്യക്തി ഇത് എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ള വികാരമായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോഴത് തോന്നി തുടങ്ങി. ഞാൻ ഈ വക കാര്യങ്ങൾ മുൻപേ പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം ഞാനും നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ
ഒരു ധാരണയോടുകൂടി സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൃത്യമായി ആ വ്യക്തി ഇതേക്കുറിച്ച് ചിന്തിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഇത്തരം ചിന്തകൾ കാണാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ്. കാരണം ഒന്നാമത് വൈകിപ്പോയി എന്നൊരു ചിന്ത ആ വ്യക്തിക്ക് ഇപ്പോൾ തന്നെയുണ്ട്. നിങ്ങളും അത് ആ വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇപ്പോൾ എല്ലാം ക്ലിയർ ആകുകയാണ്. ആ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുകയും നിങ്ങൾ ആ വ്യക്തിയോട് പറയാൻ പോവുകയൊക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തി ഇതുവരെ പറയാതിരുന്നുകൊണ്ട് തന്നെ ക്ഷമ നശിച്ച് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അതും ആ വ്യക്തിക്ക് ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആ വ്യക്തി അത് ചോദിച്ചേക്കാം. കാരണം മുൻപേ താനത് തുറന്ന് പറയേണ്ടതാണെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ ആ കാര്യം നിങ്ങളെ അറിയിക്കുന്ന തരത്തിലേക്ക് വരും. പക്ഷേ സമയം ഒട്ടും വൈകിയിട്ടില്ല. നിങ്ങൾക്കും ആ വ്യക്തിക്കും അത് പരസ്പരം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. കാരണം നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ അത് ഒരു സന്തോഷകരമായൊരു കാര്യമായിട്ട് മാറുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.